എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? എന്താ? ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേയാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു. ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീംകുമാറിനെ ഓർമ്മിപ്പിക്കുന്ന വിധം മുടിയിൽ ഇതേ തിരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു വ്യക്തി അന്യഗ്രഹ ജീവിയൊന്നുമല്ല, നമ്മുടെ സ്വന്തം റോമിച്ചേട്ടനാണ്. ബർത്ത്ഡേ ആയിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരാശയം നമ്മുടെ എല്ലാവരെയും തലയിൽ ഉദിച്ചത്. എന്തായാലും വളരെ ആകസ്മികമായിട്ട് കറക്റ്റ് സമയത്ത് ടി വിയിൽ ഇതേ ഈ ഒരു സീനും വന്നു. അതിലെ സുരാജിൻ്റെ തലയും റോമിച്ചേട്ടൻ്റെ ഇപ്പോഴത്തെ തലയും ഏറെക്കുറെ സെയിം ആയിരുന്നു. ഈ ഒരു വിഗ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് ഒരു താടി മുടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പരീക്ഷിക്കാൻ മറ്റൊരു മുഖവും കാണാത്തതുകൊണ്ട് പുള്ളിയുടെ മോനായിട്ടുള്ള റയോൻ്റെ മുഖത്ത് തന്നെ ഞങ്ങളത് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചതാണ്. സംഭവം വിജയകരമായിരുന്നു. എന്തായാലും ആളതെ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ മെഴുകുതിരി ഊതിക്കെടുത്തുക എന്നുള്ള ചടങ്ങിലേക്ക് കിടക്കുകയാണ്. തലയ്ക്ക് തീ പിടിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഇതെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നിന്നിട്ടാണ് കേട്ടോ ഊതിക്കെടുത്തുന്നത്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി നമുക്ക് എല്ലാവർക്കും പണി വരുന്നുണ്ട് അവറാച്ച എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വാണിംഗ് തരുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരും കൂടി കൊടുത്ത പണി ആയതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ ബർത്ത്ഡേക്കാർക്കും 8-ൻ്റെയും 16-ൻ്റെയും 32-ൻ്റെയും ഒക്കെ പണി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിത് കൊടുത്തത്. എന്തായാലും ഭർത്താവിന് പണി കൊടുക്കാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഭാര്യ ലോകത്ത് എവിടെ ഉണ്ടാവില്ല എന്ന് ചേച്ചി പിന്നെയും തെളിയിച്ച്.